അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ കുറേ താരങ്ങൾ വരാത്തവരുടെ പട്ടികയുണ്ട്. മമ്മൂക്ക വ്യക്തിപരമായ കാരണങ്ങളാൽ വരാത്തതാണ്. ദുൽഖർ മതെ, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? വിട്ടു നിൽക്കുന്നതാണോ? അക്കാര്യത്തിൽ വ്യക്തതയില്ല സുജയ. എന്തായാലും സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനറൽ ബോഡി യോഗത്തിൻ്റെ കൂടെ തന്നെയാണ്. അതായത് ജൂൺ മാസത്തിൽ ജനറൽ ബോഡി യോഗം ചേരാറുണ്ട്. ആ സമയത്ത് ഏതാണ്ട് ഈ 506 അംഗങ്ങളിൽ പരമാവധി ആളുകൾ എത്താറുണ്ട്. ഏതാണ്ട് 400-ലധികം ആളുകൾ എത്താറുമുണ്ട്. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാറുമുണ്ട്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രത്യേകം ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അതുകൊണ്ട് ഓഗസ്റ്റ് പുതിയ റിസൾട്ട് വന്നല്ലോ, വനിതാ നേതൃത്വം വരുന്നു. അപ്പോൾ എല്ലാം നല്ല അതിന് കഴിവുള്ളവർ ജയിക്കട്ടെ. ഇവിടെ ആരോ വന്നിട്ട് കോമ്പറ്റീഷൻ അല്ലേ. പിന്നെ ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്, അത് മാത്രം പറയാനുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതൊരു അനാവശ്യ സംഭവമായിപ്പോയി. എല്ലാം വളരെ നല്ലത്. വനിതകൾ വരുന്നത് അതിനെന്താ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിവുള്ളവർ തന്നെയാണ്. നമുക്ക് മാത്രമല്ലല്ലോ കഴിവ്. ഇന്ന് എത്ര വലിയ വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക, അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ.